ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീട്ടിൽ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, നമുക്ക് അത് വെച്ചിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കി നോക്കിയാലോ. ഞാൻ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോവയ്ക്കുണ്ട്, ക്യാരറ്റ്, ഉള്ളി, ഉരുളക്കിഴങ്ങ്, പിന്നെ വെണ്ടയ്ക്ക, മുരിങ്ങാക്കോല്, തക്കാളി. ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ നമ്മുടെ സാമ്പാറിന് വേണ്ടി എടുക്കുന്നുണ്ട്. 2 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കറിവേപ്പില. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങിയാലോ. അപ്പോൾ ഞാനിവിടെ പരിപ്പ് എടുത്തിട്ടുണ്ട്, ഇതൊന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വേവുള്ള ഐറ്റംസ് ഉണ്ടാവില്ലേ, നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉള്ളി, പിന്നെ നമ്മുടെ കോവയ്ക്ക് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിതൊന്ന് ഒരു പകുതി വേവാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് മുരിങ്ങാക്കോൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു മീഡിയം വേവാകുമ്പോൾ നമുക്ക് മുരിങ്ങാക്കോൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒരു മീഡിയം ലെവലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മുരിങ്ങാക്കോൽ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ മുരിങ്ങാക്കോലൊക്കെ കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള അരപ്പ് കൂടി റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ ഒരു നുള്ളി ജീരകം കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ പോവുകയാണ്. അതിലേക്ക് എണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അതേസമയം നമ്മുടെ മുരിങ്ങാക്കോൽ ഇവിടെ ഒരു മീഡിയം വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. കുറച്ചധികം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്കും തക്കാളിയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അത് വേവാൻ വേണ്ട വെള്ളം നമ്മൾ പുളിയുടെ കൂട്ടത്തിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങ കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. വറുക്കുമ്പോൾ അതിലേക്ക് ഒരല്പം ഉലുവ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം റെഡിയാകുമ്പോൾ നമുക്ക് അതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ മല്ലിപ്പൊടിയും മുളക് പൊടിയും സെപ്പറേറ്റ് ചൂടാക്കിയിട്ട് കറിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നവരുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ
ഒന്നിച്ച് തന്നെ ചെയ്യാറ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് തണിഞ്ഞ ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ചെറിയൊരു ഇഞ്ചി കഷ്ണം കൂടി ചേർക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ സാമ്പാർ നന്നായി തിളച്ചിട്ടുണ്ട്. ഒരല്പം സാമ്പാർ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അധികം സാമ്പാർ പൊടി ഇടാറില്ല. ഉള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് അധികം സാമ്പാർ പൊടി ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്നൊന്ന് നോക്കി നോക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാൻ പാത്രം ചൂടായപ്പോൾ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്പം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.